സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി നായകനായെത്തുന്ന ഭ്രമയുഗം ദ ഏജ് ഓഫ് മാഡ്നസ്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രം നെഗറ്റീവ് ടച്ചുള്ള കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി അങ്ങനെ പ്രത്യക്ഷപ്പെടുക. കുഞ്ചമൻ പോറ്റി ഒരു ദുർമന്ത്രവാദിയായിട്ടാണ് എത്തുന്നത്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഹൊറർ ത്രില്ലർ ഗണത്തിൽ പെടുന്നതുമാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ അബുദാബിയിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിലാണ് പുറത്തുവിടുകയും ചെയ്തത്. ഫെബ്രുവരി 15 ചിത്രം അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അത് കാത്തിരിക്കുകയാണ് മമ്മൂക്ക ആരാധകർ എന്ന് വേണം പറയാൻ. ഇരുട്ടറയാണോ തടവറയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അന്തരീക്ഷം, ചങ്ങലയിൽ ബന്ധനസ്ഥനായ യുവാവ്, അശരീരിയുമായി കേട്ടു തുടങ്ങുന്ന ശബ്ദം, ഒച്ച, അലർച്ച, ഭീതി എന്നിവയുടെ നിഴലാട്ടമാണ് ഭ്രമയുഗത്തിന്റെ ട്രെയിലറിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗം സിനിമയുടെ ട്രെയിലറിന് അങ്ങനെ ഗംഭീര വരവേൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 50 മിനിറ്റ് മാത്രമാണ് മമ്മൂട്ടി സ്ക്രീനിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനിടെ മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഭ്രമയുഗം കാണാൻ പോകുന്നവരോട് ഒരു അപേക്ഷയുണ്ട് എന്ന രീതിയിലാണ് മമ്മൂട്ടി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. യാതൊരു മുൻവിധിയും ഇല്ലാതെ ഭ്രമയുഗം കാണാൻ പോകണമെന്നാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത്. മമ്മൂക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാകും, പക്ഷേ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിനു ശേഷം അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത്. സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി കാണണം, എങ്കിൽ മാത്രമേ സിനിമ ആസ്വദിക്കാൻ പറ്റൂ. യാതൊരു മുൻവിധികളും ഇല്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്ന് നിങ്ങൾ ആദ്യമേ ആലോചിക്കരുത്. ശുദ്ധമായ മനസ്സോടെ വന്ന് സിനിമ കാണൂ. ഇത് പുതുതലമുറയുടെ പുത്തൻ അനുഭവം ആയിരിക്കും. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം നടക്കുന്ന കഥയാണിത്. ഈ സിനിമ കാണും മുമ്പ് ഒന്നും ചിന്തിക്കരുത്, ആലോചിക്കരുത് എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ, ഭ്രമയോഗ അപ്ഡേറ്റുകളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. എന്തായാലും 22-ലധികം രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഭ്രമയോഗം ഔദ്യോഗിക പേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ജോർജിയ, ഫ്രാൻസ്, പോളണ്ട്, മാൾട്ട, ഉസ്ബെക്കിസ്ഥാൻ, ഓസ്ട്രിയ, മൊൾഡോവ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യുകയും ചെയ്യും. UAE, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങളിലും USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ ഇടങ്ങളിലും സിനിമയ്ക്ക് റിലീസ് ഉണ്ട്. എന്തായാലും കേരളത്തിൽ മികച്ച സ്ക്രീൻ കൗണ്ട് ആകും മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിന് ലഭിക്കുക. 2023 ഓഗസ്റ്റ് 17 ചിത്രീകരണം ആരംഭിച്ച ഭ്രമയുഗം കൊച്ചിയിലും ഒറ്റപ്പാലത്തും അതിരപ്പള്ളിയിലുമായാണ് ചിത്രീകരണം പൂർത്തീകരിച്ചത്. മമ്മൂട്ടിയോടൊപ്പം അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽഡ ലിസ് എന്നിവരാണ് സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഈ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലായാണ് റിലീസ് ചെയ്യുന്നത്. ഇതോടകം തന്നെ ട്രെയിലറും ഈ 5 ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിറ്റ് ചിത്രം ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അർജുൻ അശോകനും, സിദ്ധാർത്ഥ് ഭരതനും, അമാൽഡ ലിസ് എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുക. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ തൊട്ട് മമ്മൂക്കിയുടെ ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം അങ്ങനെ സോഷ്യൽ മീഡിയയും പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ അഭ്യുതകളും നിഗൂഢതകളും നിറഞ്ഞ തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇതുവരെ വന്നത്. മമ്മൂട്ടിയുടെ പോസ്റ്റർ വന്നതിന് പിന്നാലെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽഡ ലിസ് തുടങ്ങിയവരുടെ പോസ്റ്ററുകൾക്കും ഗംഭീര സ്വീകരണമാണ് പ്രേക്ഷകർ നൽകിയത്. എന്തായാലും ട്രെയിലറിന് വലിയൊരു ഗംഭീര സ്വീകരണം തന്നെയാണ് ഇതിനകം ലഭിച്ചിരിക്കുന്നത്. ട്രെയിലറിന്റെ അവസാന ഭാഗത്തിൽ മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്: ഇത് ഭ്രമയുഗമാ, കലിയുഗത്തിന്റെ ഒരു അപദ്വംശമെന്ന്. എന്തായാലും ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.